അതല്ല, നിങ്ങൾക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ക്ലർക്കായിട്ടിരുന്ന് റിട്ടയർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജീവിതകാലം മുഴുവനും അസിസ്റ്റന്റ് മാനേജറായിട്ട് റിട്ടയർഡ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഒരാളൊരു ബാങ്കിൽ ജോലിക്കായിട്ട് കയറിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രൊമോഷൻ ലഭിക്കുക? ബാങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, വർക്ക് ചെയ്യാം. അതായത് ഒരാൾ ക്ലർക്കായിട്ടാണ് കയറുന്നെങ്കിൽ ആ വ്യക്തിക്ക് ജീവിതകാലം മുഴുവനും ക്ലർക്കായിട്ട് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ബാങ്കിലുണ്ട്. വലിയ പ്രൊമോഷനൊന്നും വേണ്ട, നാട്ടിൽ തന്നെ ജോലി ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ? അവർക്ക് പ്രൊമോഷൻ എടുക്കണ്ട. ഇനി പ്രൊബേഷണറി ഓഫീസർ ആയിട്ട് ഒരാൾ കയറുകയാണ്, ആള് അസിസ്റ്റന്റ് മാനേജർ ആയി കഴിഞ്ഞാൽ പുള്ളിക്കാരനും പ്രൊമോഷൻ എടുക്കണ്ട. ആ പോസ്റ്റിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ടും ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവസരം തരുന്നുണ്ട്. ഇതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ആണ്. എന്താണ്? അവർക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട, അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. പക്ഷേ കരിയർ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? ഉയരങ്ങളിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഹാർഡ് വർക്ക് ചെയ്ത് ഉയരങ്ങൾ കീഴടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബാങ്ക് ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിന്നും ഏറ്റവും ടോപ്പിലേക്ക് കുതിക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? എങ്ങനെയാണ് ബാങ്കിലെ വളർച്ച? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ക്ലറിക്കൽ പോസ്റ്റിൽ കയറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പല ബാങ്കിന് പല രീതിയിലാണ്. എന്നിരുന്നാൽ കൂടി മിനിമം 2 കൊല്ലത്തിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്പാർട്ട്മെന്റ്, അതായത് ആ ബാങ്കിലെ പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി നമുക്ക് എന്ത് ചെയ്യാം? പ്രൊബേഷണറി ഓഫീസർ ആവാം. ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് 2 കൊല്ലങ്ങൾക്ക് ശേഷം ചില ബാങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. എന്നിരുന്നാൽ കൂടി മിനിമം 2 കൊല്ലത്തിന് ശേഷം എന്ത് ചെയ്യാം? പ്രൊമോഷൻ ടെസ്റ്റ് എഴുതി പ്രൊബേഷണറി ഓഫീസർ ആവാം. അവരപ്പോൾ എന്തായി? PO ആയി, പ്രൊബേഷണറി ഓഫീസറായി. അവരുടെ പ്രൊബേഷനും കാലഘട്ടവും എല്ലാം കഴിഞ്ഞാൽ, പ്രൊബേഷണറി ഓഫീസറായി കയറി കഴിഞ്ഞാൽ അവർ വരുന്നത് സ്കെയിൽ 1 എന്ന് പറയുന്ന കാറ്റഗറിയാണ്, അസിസ്റ്റന്റ് മാനേജർ. അതിനുശേഷം 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ടെസ്റ്റ് എഴുതി എന്ത് ചെയ്യാം? സ്കെയിൽ 2, എന്താണ്? മിഡിൽ മാനേജ്മെന്റ് ഗ്രേഡ്, അതായത് നമ്മളുടെ ബ്രാഞ്ച് മാനേജർ എന്നൊക്കെ പറയുന്ന മാനേജർ പോസ്റ്റിലേക്ക് മാറി. അതിനുശേഷം വീണ്ടും 2 കൊല്ലം, ഇത്ര ഗ്യാപ്പുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ 3, അവിടെ നമ്മൾ സീനിയർ മാനേജർ എന്ന് പറയും. പിന്നെ സ്കെയിൽ 4 സീനിയർ മാനേജ്മെന്റ് ഗ്രേഡിലേക്ക് മാറി. അങ്ങനെ നമ്മൾ സ്കെയിൽ 4, സ്കെയിൽ 5, സ്കെയിൽ 6, സ്കെയിൽ 7 വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വളരെ ഫാസ്റ്റ് ആയിട്ട് എത്തിച്ചേരാൻ സാധിക്കും. നമ്മളുടെ പെർഫോമൻസും നമ്മളുടെ കഴിവും അനുസരിച്ച് നിങ്ങൾക്ക് വളരെയധികം വേഗം തന്നെ, ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിൻ്റെയും ഗ്യാപ്പ് ഏകദേശം ഒരു 2 കൊല്ലം, മിനിമം ഒരു 2 കൊല്ലം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രൊമോഷൻസ് ടെസ്റ്റ് എഴുതി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രൈവറ്റ് ബാങ്കുകളിലൊന്നും ഈ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? പ്രൊമോഷൻ തരിക. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ POയിൽ നിന്നും എന്താവും? മാനേജർ ആവും. പിന്നെ 2 കൊല്ലം കഴിയുമ്പോൾ സ്കെയിൽ 3, സ്കെയിൽ 4 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഉയർന്നു പോവാം. അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എന്ത് ചെയ്യാം? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ, മാനേജിങ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കൊക്കെ എന്ത് ചെയ്യാം? വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഈ സ്കെയിൽ 4 എന്നൊക്കെ പറയുന്ന പോസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ സീനിയർ മാനേജർ, വലിയ ബ്രാഞ്ചുകളിലെ മാനേജറൊക്കെ ആയിരിക്കും. സ്കെയിൽ 5ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സോണൽ മാനേജർ, റീജിയണൽ മാനേജർ, ആ രീതിയിലേക്കുള്ള പ്രൊമോഷൻ സാധ്യതകളാണ് വരിക. സ്കെയിൽ 5 റീജിയണൽ മാനേജർ ആയിരിക്കും, പിന്നെ സോണൽ മാനേജർ, പിന്നെ ഏരിയ ഹെഡ്, കേരളത്തിലെ മൊത്തത്തിലുള്ള ഹെഡ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് വരിക? എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ, മാനേജിങ് ഡയറക്ടർ. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇപ്പം ഏകദേശം ഞാൻ പറഞ്ഞല്ലോ എത്രയാണ്, നമ്മൾ ഏകദേശം ഒരു 10-12 വർഷം അല്ലെങ്കിൽ നമ്മളൊരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20 വർഷം കൊണ്ടൊക്കെ എന്താണ് MD ഒക്കെ ആയി എത്തിപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട് അവരുടെ കഴിവനുസരിച്ച്. ആ പോസ്റ്റുകളിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ഓരോ സ്കെയില് മാറുമ്പോഴും നിങ്ങളുടെ സാലറിയിൽ വളരെയധികം ഹൈക്കാണ് ഉണ്ടാവുക. ഓരോ സ്കെയിൽ മാറുമ്പോഴും നിങ്ങളുടെ സാലറി മാത്രമല്ല, നിങ്ങളുടെ ഹൗസ് റെന്റ് അലവൻസ്, നിങ്ങളുടെ ഫ്യൂവൽ അലവൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ബാക്കി എല്ലാ അലവൻസുകളും കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യും? നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് റിട്ടയർഡ് ആവുമ്പോഴേക്കും നിങ്ങൾ ഏറ്റവും ചെയർമാൻ വരെ ആവാം. ആ ബാങ്കുകളിൽ ചെയർമാൻ വരെ ആവാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട്. നമ്മൾ ഈ പേപ്പറിലൊക്കെ വായിക്കും MD ചെയർമാൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രൊബേഷണറി ഓഫീസറായിട്ട് കയറിയ ആൾക്കാരുണ്ട്.
ചില ആൾക്കാർ ക്ലറിക്കൽ പോസ്റ്റ്, അവരുടെ മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അവർ ക്ലറിക്കൽ പോസ്റ്റുകളിൽ നിന്നും ഉയർന്നു വന്ന ആൾക്കാരുണ്ട്. അപ്പൊ മനസ്സിലാക്കുക, ബാങ്കിലെ ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രോ ചെയ്ത് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും. അതല്ല, നിങ്ങൾക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവനും ക്ലർക്കായിട്ടിരുന്ന് റിട്ടയർഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജീവിതകാലം മുഴുവനും അസിസ്റ്റന്റ് മാനേജർ ആയിട്ട് റിട്ടയർഡ് ചെയ്ത് പോകുന്ന ആൾക്കാരും ഉണ്ട്. ഒരേ ബാച്ചിൽ ആൾക്കാർ ഉയർന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ബാങ്കിൽ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ബാങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ എടുക്കാവുന്നതാണ്. നമ്മൾ കാണുന്ന ആൾക്കാരുണ്ട്, കയറിയിട്ട് എത്ര കാലമായി, 15 വർഷമായി, ഞാൻ ഇപ്പോഴും ക്ലർക്കാ. അപ്പൊ അവര് ചോദിക്കും, പ്രൊമോഷൻ എടുത്തില്ലേ? ഇല്ല. അപ്പൊ നിങ്ങൾ ഇവിടെ പ്രൊമോഷൻ ഒന്നും ഇല്ല. അവർ പ്രൊമോഷൻ എടുക്കാതെയാണ് അവരിപ്പോഴും ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നത്. അവരുടെ കൂടെ കയറിയ ആൾക്കാർ ഇപ്പോ സ്കെയിൽ 4 സ്കെയിൽ 5 ഒക്കെ ആയിട്ടുണ്ടാവാം. ഓക്കെ, ചില ആൾക്കാർ കയറിയിട്ട് എത്ര കൊല്ലമായി, 15 കൊല്ലം അസിസ്റ്റന്റ് മാനേജർ ആണ്. അവര് പ്രൊമോഷൻ വേണ്ട എന്ന് എഴുതി കൊടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ കൂടെ ജോയിൻ ചെയ്തവര് ഹയർ ലെവലിലൊക്കെ പോയിട്ട് എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. ബാങ്കില് ക്ലറിക്കലിൽ ഇരുന്ന് റിട്ടയർഡ് ആവാനുള്ള അവസരവുമുണ്ട്. കയറുന്ന പോസ്റ്റ് PO ആണെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആവും, അതിലിരുന്ന് റിട്ടയർഡ് ചെയ്യാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അപ്കമിങ് എക്സാംസിനെ കുറിച്ച് ആയിക്കോട്ടെ, ബാങ്കിങ് എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളുടെ കൗൺസിലിംഗ് ടീമിന്റെ നമ്പറാണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ധൈര്യമായിട്ട് വിളിക്കുക. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. നമ്മുടെ എക്സാമുകളെല്ലാം പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക, സമയം ഒട്ടും കളയാതെ നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.